നമസ്കാരം. 2023 കാഴ്ചവെച്ച മികച്ച പെർഫോമൻസ് 2024 തുടരാൻ സാധ്യതയുള്ള രണ്ട് സെക്ടറുകളെക്കുറിച്ചും ആ സെക്ടറിലെ സ്റ്റോക്കുകളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സെക്ടർ റെയിൽ സെക്ടർ. മിനിസ്ട്രി ഓഫ് റെയിൽവേ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി 7 ട്രില്യൺ രൂപയാണ് വരുന്ന 10 വർഷത്തേക്ക് ചെലവാക്കാൻ മിനിസ്ട്രി ഓഫ് റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 50,000 കിലോമീറ്റർ ട്രാക്ക് എക്സ്പാൻഷൻ ആയിരിക്കും തുക ചെലവിടുക. 2047 ടോട്ടൽ ട്രാക്ക് എക്സ്പാൻഷൻ 1,00,000 കിലോമീറ്ററിന് മുകളിൽ എത്തിക്കാനും ഇതിനുവേണ്ടി വരുന്ന 25 വർഷം കൊണ്ട് 20 ട്രില്യൺ രൂപ ചിലവഴിക്കാനും മിനിസ്ട്രി ഓഫ് റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. അമൃത് ഭാരത്, വന്ദേ ഭാരത് പോലുള്ള ഹൈസ്പീഡ് ട്രെയിനുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പുതിയ ട്രാക്കുകളായിരിക്കും ഒരുക്കുക. അതോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് ട്രാക്കുകളുടെ മോഡേണൈസേഷനും ഗവൺമെൻറ്റിൻ്റെ ടാർഗറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2022-23 വർഷത്തിൽ മാത്രം 5200 കിലോമീറ്ററിൻ്റെ ട്രാക്ക് എക്സ്പാൻഷൻ നടത്തി. വരുന്ന 10 വർഷവും ഇതേ രീതിയിലുള്ള അല്ലെങ്കിൽ ഇതേ പേസ് നിലനിർത്തിക്കൊണ്ടുള്ള ട്രാക്ക് എക്സ്പാൻഷനാണ് മിനിസ്ട്രി ഓഫ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ടി അടുത്ത റെയിൽ ബഡ്ജറ്റിൽ 50,000 കോടി രൂപ ട്രാക്ക് എക്സ്പാൻഷന് വേണ്ടി മാത്രം അലോക്കേറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മുൻ വർഷങ്ങളെക്കാൾ 50% മുകളിൽ കൂടുതലാണ്. 2023 വർഷത്തിൽ 31,850 കോടി രൂപയായിരുന്നു ട്രാക്ക് എക്സ്പാൻഷന് വേണ്ടി നീക്കിവെച്ചത്. 2022 26,000-ഉം 21 21,000 കോടിയുമായിരുന്നു. ഇതിൽ നിന്നൊക്കെ 50% ഉയർന്ന തുകയാണ് 2024 നീക്കിവെക്കുക. ഇതോടൊപ്പം തന്നെ 1 കിലോമീറ്റർ ട്രാക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് 15 കോടി രൂപയുടെ ചിലവാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി റെയിൽ പ്രധാനമായും സെൻട്രൽ ഗവൺമെൻറ് ബഡ്ജറ്ററി സപ്പോർട്ടിനെയാണ് ആശ്രയിക്കുന്നത്. ഗവൺമെൻറ് ബഡ്ജറ്ററി സപ്പോർട്ടും ഓരോ വർഷം കഴിയുന്തോറും ഉയരുന്നുണ്ട്. 2022 1,59,300 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് നൽകിയതെങ്കിൽ അത് 2023 ആയപ്പോൾ 51% ഉയർന്ന് 2,40,200 കോടിയായി മാറിയിട്ടുണ്ട്. കൂടാതെ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 92% ഉയർന്നു. ഈ മൊമെൻറ്റം 2024 തുടരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനോടൊപ്പം ഗവൺമെൻറ് പുതിയ ട്രെയിനുകളുടെ പ്രൊക്യൂർമെൻറ്റിനും ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം, അതായത് പ്രീവിയസ് വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം 1,00,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് റെയിൽ പ്രൊക്യൂർമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് നീക്കിവെച്ചിരിക്കുന്നത്. 2025 വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന സിസ്റ്റം പൂർണ്ണമായി അവസാനിപ്പിക്കാനും ഗവൺമെൻറ് ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പോൾ പ്രതിവർഷം 8 ബില്യൺ ജനങ്ങളാണ് യാത്രയ്ക്ക് വേണ്ടി റെയിൽവേയെ ആശ്രയിക്കുന്നത്. 2030 ഇത് 80 ബില്യനായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധിക്കുന്നത്. റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം കഴിഞ്ഞ വർഷം, അതായത് 2023 വർഷത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ചില സ്റ്റോക്കുകൾ 100% റിട്ടേൺ നൽകുകയും ചെയ്തു. 2023 നിഫ്റ്റി 19.45% റിട്ടേണും ബാങ്ക് നിഫ്റ്റി 12.30 റിട്ടേണും സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 43% റിട്ടേണും മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 45% റിട്ടേണും നൽകിയപ്പോൾ റെയിൽ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും 100% മുകളിൽ റിട്ടേൺ നൽകി. എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച ചില സ്റ്റോക്കുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് IRFC. 33 രൂപയിൽ നിന്ന് 104 രൂപയിലേക്കാണ് സ്റ്റോക്ക് വളർന്നത്. സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 45% റിട്ടേൺ നൽകിയപ്പോൾ IRFC ഒരു വർഷം കൊണ്ട് 200% റിട്ടേൺ നൽകി. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് ഏകദേശം 195% റിട്ടേൺ നൽകി. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 25% റിട്ടേൺ നൽകി. രണ്ടാമത്തെ സ്റ്റോക്ക് RVNL. 69 രൂപയിൽ നിന്ന് 178 രൂപയിലേക്കാണ് വളർന്നത്. ഒരു വർഷം കൊണ്ട് 160% റിട്ടേൺ നൽകി. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 45% റിട്ടേണാണ് RVNL നൽകിയത്. ഇർക്കോൺ 60 രൂപയിൽ നിന്ന് 170 രൂപയിലേക്ക് വളരുകയും ഒരു വർഷം കൊണ്ട് 185% റിട്ടേൺ നൽകുകയും ചെയ്തു. റെയിൽടെൽ 127 രൂപയിൽ നിന്നും 296 രൂപയിലേക്ക് വളരുകയും ഒരു വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് 130% റിട്ടേൺ നൽകുകയും ചെയ്തു. ഏറ്റവും മികച്ച റിട്ടേൺ നൽകിയത് കോൺകോഡ് കൺട്രോൾ സിസ്റ്റമാണ്. കോൺകോഡ് കൺട്രോൾ സിസ്റ്റം 218 രൂപയിൽ നിന്നും 890 രൂപയിലേക്ക് വളർന്നു. 300% റിട്ടേണാണ് ഇൻവെസ്റ്റേഴ്സിന് ഒരു വർഷം കൊണ്ട് നൽകിയത്. ഈ രീതിയിലുള്ള പെർഫോമൻസ് വരും സമയങ്ങളിലും, അതായത് 2024 റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകൾ കാഴ്ചവെക്കും എന്നാണ് പ്രത്യാശിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും IRFC പോലുള്ള സ്റ്റോക്കുകൾക്ക് ഹയർ സൈഡിൽ, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 20 മുതൽ 25% റിട്ടേൺ തരാനുള്ള പോസിബിലിറ്റിയെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. IRFC എന്ന സ്റ്റോക്ക് അടുത്ത വർഷം 120 മുതൽ 125 എന്ന ലെവലിലേക്ക് ഉയർന്നേക്കും എന്നാണ് ET Nowൻ്റെ റിസർച്ച് അനലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. IRFC എന്ന സ്റ്റോക്ക് റിട്ടേണിനോടൊപ്പം ഉയർന്ന ഡിവിഡൻഡും നൽകിയേക്കും.
റെയിൽ സെക്ടർ പോലെ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മറ്റൊരു സെക്ടറാണ് സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കേജ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കേജ് സ്റ്റോക്കുകൾ. ഇവിടെ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ വർദ്ധിച്ചതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിഫ്റ്റി 19%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 43%, മിഡ് ക്യാപ് ഇൻഡെക്സ് 45% റിട്ടേൺ തരാനുള്ള പ്രധാന കാരണം ഒന്ന് മാക്രോ എക്കോണമിക് എൻവയോൺമെൻറ്റിലുണ്ടായ ഇംപ്രൂവ്മെൻറ്റും അടുത്ത വർഷം വരാൻ പോകുന്ന റേറ്റ് കട്ടിനെ മാർക്കറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ ഇൻഫ്ലോയുമാണ്. ഇതുകൂടാതെ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ മാർക്കറ്റ് പാർട്ടിസിപ്പേഷനും ഒരു പ്രധാന കാരണമാണ്. മുമ്പ് ഇന്ത്യൻ മാർക്കറ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻറ്റൻഷൻ അനുസരിച്ചായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനുള്ള ഡിപ്പെൻഡൻസി കുറയുകയാണ്. കാരണം റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഹെവി ഫണ്ട് ഇൻഫ്ലോ മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് ഇക്വിറ്റിയിലായാലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴിയായാലും നടക്കുന്നുണ്ട്. ഇതുമൂലം ഇന്ത്യൻ മാർക്കറ്റ് വളരെയധികം സ്ട്രോങ് ആവുകയും വോളറ്റിലിറ്റി കുറയുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള പെർഫോമൻസ് വരും വർഷങ്ങളിലും തുടരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഇപ്രാവശ്യം ഏറ്റവും അധികം മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റിന് വന്നിരിക്കുന്നത് UP, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. UPയിൽ നിന്നും ബീഹാറിൽ നിന്നും 40% വർധനവാണ് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസിലുണ്ടായിരിക്കുന്നത്. ഇത് വരും വർഷങ്ങളിലും തുടർന്നേക്കും. കാരണം ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് സർവീസുകൾ വ്യാപകമായി മൊബൈലിൽ ലഭിച്ചു തുടങ്ങിയതും UPI വഴി ക്വിക്ക് ട്രാൻസ്ഫർ നടത്താവുന്നതും കൂടുതൽ ആൾക്കാരെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആകർഷിക്കുന്നു. കോവിഡിന് ശേഷം ഒരു ആൾട്ടർനേറ്റീവ് ഇൻകം സോഴ്സ് എന്ന രീതിയിലും ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിലും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉയരുകയും ബ്രോക്കേജുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യും. ഇനി ബ്രോക്കേജുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളുടെ പ്രീവിയസ് 1 ഇയറിലെ പെർഫോമൻസ് നോക്കാം. ഏഞ്ചൽ 1 എന്ന സ്റ്റോക്ക് ഇയർ ടിൽ ഡേറ്റിൽ 165%, അതായത് 2023 വർഷത്തിൽ 163% റിട്ടേൺ നൽകി. 52 വീക്ക് ഹൈ 3500, 52 വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 30,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി. CDSL കടന്നുപോയ വർഷം, അതായത് 2023 58% റിട്ടേൺ ആണ് നൽകിയത്. 19,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 1987. BSE ഈ വർഷം 300% റിട്ടേൺ ആണ് നൽകിയത്. 52 വീക്ക് ഹൈ 2595, സ്റ്റോക്ക് 2225 ട്രേഡ് ചെയ്യുന്നു. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് 78% റിട്ടേൺ ആണ് 2023 നൽകിയത്. 52 വീക്ക് ഹൈ 1298, മാർക്കറ്റ് ക്യാപ്പ് 18,000 കോടി. ആനന്ദ് റാട്ടി എന്ന സ്റ്റോക്കും 300% റിട്ടേൺ നൽകി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 2712, 2592 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കാണിത്. റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ബ്രോക്കേജ് സ്റ്റോക്കുകളും കടന്നുപോയ വർഷം 300% റിട്ടേൺ നൽകി. വരും സമയങ്ങളിലും ഈ സെക്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2024 ഈ സെക്ടറുകളെയും ഈ സ്റ്റോക്കുകളെയും ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.